സുഹാന വയസ്സ്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഈ ഗെയിം നമ്മുടെ ബ്ലോക്ക് സിറ്റി വാസിൻ്റെ പണ്ടത്തെ വെർഷനാണ്. ഇപ്പോഴത്തെ വേർഷൻ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പണ്ടത്തെ വേർഷനാണ് കഴിച്ചത്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് കളിക്കാം. പണ്ടത്തെ വേർഷൻ എന്തായാലും ഇനി കിട്ടാൻ പോകുന്നില്ല. സോ അതാണ് ഞാൻ ഇതിൻ്റെ ഗെയിം പ്ലേ ഇടുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ലോഡിങ് ചെയ്യുവാണ്. സോ നമ്മളെത്തിയിട്ടുണ്ട്. ലോഡിങ് ആയി. ഒരു ബൈക്ക് ഇരിക്കുന്നത്. ഇയാളെന്ത് ഇന്നിങ്ങനെ പോകുന്നത്? സോ ഈ ബൈക്ക് എടുത്ത് പിടിക്കുക. നമ്മളെ കയ്യിൽ വണ്ടി ഉണ്ട്, നമുക്ക് എന്തായാലും ബൈക്ക് ഒന്ന് എടുത്ത് നോക്കാം. അയ്യോ, ഇതൊന്നും അനങ്ങത്തില്ല. ഇതിനേക്കാൾ നല്ലത് നമ്മുടെ ബൈക്ക് പോലും നമ്മുടെ കാറൊക്കെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തങ്ങ് വെച്ചേക്കുക. ഭയങ്കര സ്പീഡായിരുന്നു. സോ നമുക്ക് കാറെത്തുന്നുണ്ടോ? സ്പീഡ് കണ്ടു. അയ്യോ എൻ്റെ ഇടിക്കണ്ടെന്ന് വിചാരിച്ച് ഇടിക്കാൻ വീട് വെച്ച് ഇടിക്കണ അറിയാതെ സംഭവിച്ച അങ്ങ് പിന്നെ ഇതാ. ഇതിൻ്റെ വഴി നമ്മൾ ഇവിടെ തന്നെ ഇറങ്ങിക്കൊണ്ടിരിക്കുവാന്നല്ലോ. അതിൽ കൂടെ എടുത്തങ്ങ് ചാടാം. ഒന്ന് ചാടിയപ്പോൾ തന്നെ എസ്കേപ്പ് ആയിട്ടുണ്ട്. സോ ഈ വണ്ടി കുടുങ്ങി. എന്തായാലും നോക്കി ഞാൻ റീസ്പോൺ ചെയ്യേണ്ടി വരും. വണ്ടി കുടുങ്ങിയിട്ടുണ്ട്. റീസ്പോൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓടിച്ചുകൊണ്ട് പോവാം. ഇത് ബീച്ചാണ്. ഇത് ഞാൻ പണ്ട് കളിച്ചിട്ടുള്ള ഗെയിമാണ്. എന്ന് വെച്ചാൽ ഈ ബ്ലോക്ക് സിറ്റി വാസ് ഇപ്പോൾ ഒരെണ്ണമുണ്ട്. ഇപ്പോൾ ഒരു ടൈപ്പ് വെർഷൻ കൊള്ളാം. ഇപ്പോൾ ഒരു വേർഷൻ ഉണ്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ. അതല്ല ഈ സാധനം. ഗെയിമിൻ്റെ പേര് സെയിമാണ്, പക്ഷേ ഡിഫറൻസ് ഉണ്ട്. ഈ ആനിമേഷനും ഇതിൻ്റെ ഇതൊക്കെ തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഇതാണ് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. ഈ ഒരു ടൈപ്പ് വേർഷനാണ് ഇഷ്ടപ്പെട്ട. മീൻസ് ബ്ലോക്ക് സിറ്റി വാസിൽ ഇത് 1 ഇപ്പോൾ ഇറങ്ങുന്ന. ഇപ്പോൾ പ്ലേ സ്റ്റോർ ഇരിക്കുന്ന 2 നല്ലതാണ്. ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ ഇരിക്കുന്നത് 2 1 എല്ലാവർക്കും പണ്ടുമായിട്ട് ഇഷ്ടപ്പെട്ടത്. നമുക്കിപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ചെയ്തത് നമ്മൾ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുമല്ലോ. അങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുത്ത് കാരണം എനിക്കും ഈ സാധനം ഇഷ്ടപ്പെട്ടു. ഇതാകുമ്പോൾ നല്ല പക്ഷേ ഇതിൻ്റെ ഫസ്റ്റ് ഈ സെയിം മോഡലില്ലേ, മീൻസ് പറയുന്നത് വെച്ചാൽ ബ്ലോക്ക് സിറ്റി വാസിൻ്റെ 1ൻ്റെ ഫസ്റ്റും ആദ്യത്തെ വേർഷനുണ്ട്. അതായിരുന്നു കിടില സാധനം. അത് ഈ മാപ്പൊക്കെ ഭയങ്കര വ്യത്യാസമാണ് പണ്ടത്തെ ഇത് വെച്ച് നോക്കിയാൽ. നമ്മളിപ്പോൾ ഒരു ബോംബിൻ്റെ സാധനം എടുത്തിട്ടുണ്ട്. ഇയാളുടെ തലയിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. മറ്റേ ആളിനും തലയിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. കറക്റ്റ്. നമുക്കൊരു കാര്യം വണ്ടി എടുത്തിട്ട് ദൂരെ പോകാം, എന്നിട്ട് ഈ സാധനം അങ്ങ് പൊട്ടിക്കുക. നമുക്ക് നോക്കാം. വണ്ടി എടുത്തിട്ട് ദൂരെ പോകണം. എൻ്റെ മോൻ വണ്ടിക്കകത്തുനിന്ന് പുകയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ മലയുടെ മണ്ടയിൽ പോയിരുന്നാലോ. ഞാൻ കുടുങ്ങിയെന്ന്. അപ്പോൾ നമുക്ക് മലയുടെ മണ്ടയ്ക്ക് പോയേക്കാം. പുകയൊക്കെ പോലെ കൊള്ളാം. പക്ഷേ ഈ ഗെയിമിൻ്റെ ആകെ ഒരു പ്രശ്നം ഇതേ ഉള്ളൂ. എവിടെങ്കിലും ഇടിച്ചിന് ചത്ത് കണ്ട ബൂം കില്ലെന്നൊക്കെ അപ്പോൾ അത്രയും ലെങ്തിയൊക്കെ ഉണ്ട്. പിന്നെ മണ്ടയ്ക്ക് നിൽക്കാം. സ്നൈപ്പർ വെച്ച് ഇവിടെ വെച്ചാലോ. ഏതാ
അതുകൊണ്ടില്ല. വണ്ടിക്കകത്തൂടെ പുകയൊക്കെ വന്ന് ആകെ കത്താറായി. ജസ്റ്റ് മിസ്സായിരുന്നത്. നമുക്കപ്പം ഇതിൽ പോവാം. ചൈന ടൗണിലോട്ടെത്തി. ചൈന ടൗണാണ് നമ്മൾ നേരത്തെ നടത്തിക്കൊണ്ടിരുന്നത്. ഇതാണ് ചൈന ടൗൺ. നമുക്ക് ഇപ്പം എങ്ങോട്ടാണ് പോകേണ്ടത്? നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇവിടെ മിലിറ്ററി ബേസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. മിലിറ്ററി ബേസിൽ പോവാം. അത് നല്ലതായിരിക്കും. നമ്മളിപ്പോൾ മിലിറ്ററി ബേസിലോട്ട് എത്തുന്നുണ്ട്. വാർണിംഗ് ഡേഞ്ചർ സോൺ എന്നൊക്കെ. യു ആർ അറ്റാക്കഡോ? അതോ ഒരാൾ ഓടി വരുന്നു. ഇപ്പോൾ പോയേനെ. ഇതിൻ്റെ മണ്ടയിൽ കയറി നിൽക്കും. ആളുണ്ടോ? അയ്യോ, ആറമറിലുണ്ട്. രക്ഷപ്പെട്ടു. എന്ത് സാധനം? മെഡിക്കറ്റ് ആയിരുന്നു. മെഡിക്കറ്റ് ഇപ്പോൾ ആവശ്യമില്ല. ഷോട്ട് നമുക്ക് വണ്ടി എടുത്തിട്ട് മിലിറ്ററി ബേസിൻ്റെ അകത്തോട്ടങ്ങ് പോവാം. അറുത്തി അങ്ങ് വിടാം. അറുത്തി അങ്ങ് ഇട്ട്. ഓണ്ട പ്ലെയിൻ ജെറ്റൊക്കെ ഇരിക്കുന്നു. കത്തി 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 കത്തി. അത് താഴത്ത് തീർന്നു. അതോ ഇരിക്കുന്ന കാര്യം. ഇവിടെ വേറെ പീപ്പിൾസൊക്കെ ഉണ്ടല്ലോ. എന്നിട്ട് നമ്മളെ എന്തിങ്ങനെ? എന്തായാലും നമുക്ക് പോവാം. ചുമ്മാ എന്തിനാ? ജസ്റ്റ് നമുക്കങ്ങനെ നേരെ പോവാം ഗൈസ്. നമ്മുടെ ഫാക്ടറി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടും പോകണം. അവിടെ ഞാൻ മാപ്പിനകത്ത് ഉണ്ടായത് ഫാക്ടറി എന്ന് പറഞ്ഞൊരു ഇത്. അവിടെയും കൂടെ പോകണം. നമുക്ക് എന്തൊരു കഷ്ടമാണെന്ന് പറയാം. ഓടിക്കാൻ നോക്കുമ്പോൾ നമുക്ക് അയ്യോ രക്ഷപ്പെട്ടു. പക്ഷേ ഈ ഗെയിമത്തിൽ വണ്ടിയൊക്കെ ഓടിക്കാൻ നല്ല രസം കേട്ടോ. ഭയങ്കര സ്മൂത്തായിട്ട് ഇങ്ങനെ പോവും. പക്ഷേ ഇതിനകത്ത് ഈ ചില സാധനങ്ങളുണ്ട്. അങ്ങനെ ഇടിച്ചങ്ങ് നിൽക്കും ഒരുമാതിരി. തീർന്നതന്നെ ഇപ്പോൾ. എന്തോ ഇതെന്തോ ഇത്? നമുക്ക് മറ്റേ അതും കൂടെ നോക്കണം. ഫാക്ടറി എന്ന സ്ഥലത്തും കൂടെ ഒന്ന് പോയി നോക്കണം ഗൈസ്. ആകുമ്പോൾ നല്ലതായിരിക്കും. ഫാക്ടറി എന്ന സ്ഥലത്തും കൂടെ പോയി നോക്കണം. അത്ര അതേ വെള്ളം തീർന്നു. അങ്ങോട്ട് ചുമ്മാ കാണിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ എന്തൊക്കെയോ സ്ഥലമുണ്ട്. വേണമെങ്കിൽ അടുത്ത വീഡിയോ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇതിൻ്റെ അടുത്തോടെ ഇവിടെ ഈ മിഷൻ, ഈ എം എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് മാപ്പിലൊക്കെ. അത് മിഷനാണ്, മിഷൻസ്. അത് നമുക്ക് ചെയ്യുന്നൊരു വീഡിയോ ഇടാം ഗൈസ് അടുത്തത്. അനങ്ങത്തില്ല ഈ വണ്ടി. മറ്റേ മിഷൻസ് ഉണ്ട്, എം എന്ന് പറഞ്ഞ മിഷൻസ്. അത് നമുക്ക് ഇതായിരിക്കും. ഈ മരം അങ്ങ് സ്റ്റക്കാകും നമ്മൾ. പിന്നെ അടുത്ത ഈ സെയിം ഗെയിമിൻ്റെ ഞാൻ മിഷൻസിൻ്റെ ഇടാം ഗൈസ്. അതിൻ്റെ ചെയ്യുന്നത് പറ്റുന്ന എത്രയാണോ അത്രയും മിഷൻസ് നമുക്ക് ചെയ്യാം ഗൈസ്. നോക്കട്ടെ ഇതിനകത്ത് മിഷൻ പറ്റുമോ നോക്കട്ടെ. ആക്റ്റീവ് ആക്കാൻ പറ്റുമോ നോക്കട്ടെ. നമ്മളിപ്പോൾ ഓൾഡ് വെർഷൻ എടുത്തേക്കുന്നത് ചിലപ്പോൾ അത് ആയില്ലെങ്കിലും ആവുകയാണെങ്കിൽ എന്തായാലും ഇടാം. നമുക്ക് മറ്റേ ഇത് നോക്കണം. ഫാക്ടറി
എക്സ്കേപ്പ് വന്നായിരുന്നു, അപ്പം തന്നെ ഇടിച്ച്. ഉണ്ടോ ഇത് ഈ സ്ഥലത്തിൻ്റെ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. നല്ല ഡിസ്റ്റൻസ് ഉണ്ട് സിറ്റിയിൽ നിന്ന്. അവിടെ എന്തോ സംഭവം നോക്കാം. ഫാക്ടറി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഇതായിരിക്കും, ഈ എന്തെങ്കിലും ഫാക്ടറി പോലെ, മീൻസ് നല്ല വലിയ മെഷീൻസ് അങ്ങനെ വല്ലതായിരിക്കും. എന്ത് കഫേയോ സൈഡിൽ, കഫേയൊക്കെ ഉണ്ട്. അയ്യോ ഡേഞ്ചറസ് ആണോ, ഡേഞ്ചറസ് ആണ്. ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഇതെന്താ സോംബീസ് ഒക്കെ നടക്കും. അയ്യോ ഫുള്ള് സോംബീസാ. ഇതിപ്പോൾ ലൈക്കും ഷെയർ സബ്ബൊക്കെ ചെയ്യണം ഗൈസ്. നമ്മൾ 120 മേളിൽ സബ്സ്ക്രൈബേഴ്സ് ആയി. താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. അയ്യോ കോക്കയ്ക്കകത്ത് ഗൈസ്. ടോട്ടൽ വ്യൂസ് എന്ന് പറയുമ്പോൾ 30K മേളിലുണ്ട് ഗൈസ്. ടോട്ടൽ വ്യൂവേഴ്സ്. നമ്മുടെ 100 മേളിൽ സബ്സ്ക്രൈബേഴ്സ് ആയി. താങ്ക്സ് ഫോർ. നല്ല സന്തോഷമുണ്ട് ഗൈസ്. 100 മേളിലൊക്കെ സബ്സ്ക്രൈബറൊക്കെ ആയപ്പോൾ. നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷമോ 1.5 വർഷം എന്തോ ആയിട്ടുണ്ട് ഗൈസ്. നമുക്കെല്ലാവരും സോംബീസൊക്കെ കണ്ടു ഗൈസ്. എൻ്റെ അമ്മ. ഇപ്പോൾ ഫാക്ടറി ഇതാണ്. ഞാൻ ഫാക്ടറി എന്തുവാണെന്നാണ്, പഴയ സിറ്റി ആയത്. പക്ഷേ ഫാക്ടറി എൻ്റെ അടുത്തിട്ട് ഞാൻ വല്ല ഫാക്ടറി കാര്യമല്ലായിരുന്നു. അയ്യോ ഇത്ര ആൾക്കാരെയോ. അപ്പോൾ മേളത്തെ സംഭവം കൂടുന്നുണ്ട് കേട്ടോ. മേളിൽ ഒരു ഇത് കണ്ടിട്ട് ബോക്സിൻ്റെ സാധനം അത് കൂടിക്കൂടി വരുന്നുണ്ട്. അയ്യോ എന്നൊക്കെ തീർന്നു. എന്നൊക്കെ തീർന്നു. ഇവരെ മൊത്തം കൊല്ല. ഇവരെ കൊണ്ടിട്ട് അങ്ങ് പോകാൻ മതി. പ്ലീസ് സപ്പോർട്ടൊക്കെ ചെയ്യുക ഗൈസ്. മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക ഗൈസ്. നമ്മുടെ എഡിറ്റ്സൊക്കെ കണ്ടായിരുന്നു നിങ്ങൾ? കമൻറ്റ് ചെയ്യുക. എഡിറ്റ്സ് അങ്ങനെ ഷോർട്സിനകത്ത് എഡിറ്റ്സ് കണ്ടവരെല്ലാം കമൻറ്റ് ചെയ്യുക. അയ്യോ ഇത് സൈഡിൽ സാധനം ഇരിക്കുന്നു. ഓ റീലോഡിൻ്റെ ഇതായിരുന്നല്ലേ. സ്നൈപ്പർ ഉണ്ടാക്കി ഈസി ആയിരുന്നു. ഇപ്പോൾ റീസ്പോൺ ആവും പുറകിൽ നിന്ന്, അതാണ് പാട്. അതായിക്കഴിഞ്ഞാൽ അത് നമ്മൾ ഈ പുറകിൽ നിന്നൊക്കെ വരുന്നത്. ഇപ്പോൾ 12 HP ചത്തത് തന്നെ. ഇപ്പോൾ ചത്ത് 12 HP. അയ്യോ നോക്കിയില്ല. സോ ഗൈസ് അപ്പം ഇത് ആൾക്കാരൊന്നും ചെയ്യുന്നില്ലല്ലോ. സോ ഗൈസ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ കൊണ്ട് നമ്മുടെ വണ്ടിയൊക്കെ ഇരിക്കുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെന്താ പറയുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എഡിറ്റ്സൊക്കെ ലൈക്ക് ചെയ്യുക. എഡിറ്റ്സ് കണ്ടവരെല്ലാം കമൻ്റ് അറിയിക്കുക. ഓക്കെ അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ കണ്ടു സെറ്റല്ലേ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതാണ് നമ്മുടെ ക്യാരക്ടറൊക്കെ ഉണ്ടോ. അപ്പോൾ ഇതാണ് ക്യാരക്ടർ. അപ്പോൾ നല്ല ഗെയിമാണെങ്കിൽ ലൈക്ക് അവിടെ പിടിക്കും. അപ്പോൾ ശരി ബൈ ഗൈസ്. ഓക്കെ ബൈ ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഞാൻ ഓടി രക്ഷപ്പെട്ടിട്ടെ.